ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൈമോസ് ഇൻഫ്ലോറസൻസ് ആണ് നോക്കുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ റെസിമോസ് ഇൻഫ്ലോറസൻസിൻ്റെ പല ടൈപ്സ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സൈമോസ് ഇൻഫ്ലോറസൻസ് എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ സൈമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് സിംപോഡിയൽ ആയിട്ടുള്ള ബ്രാഞ്ചിങ് വഴിയാണ്. വെജിറ്റേറ്റീവ് ഷൂട്ടിൻ്റെ സിംപോഡിയൽ ആയിട്ടുള്ള ബ്രാഞ്ചിങ് വഴിയാണ് സൈമോസ് ഇൻഫ്ലോറസൻസ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ പെടങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ റെസിമോസ് ഇൻഫ്ലോറസൻസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സൈമോസിലേക്ക് വരുമ്പം റെസിമോസിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരുന്നു പെടങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സൈമോസിലേക്ക് വരുമ്പം പെടങ്ങൾ എന്ന് പറയുന്നത് ലിമിറ്റഡ് ഗ്രോത്ത് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ടെർമിനേറ്റ് ചെയ്യുന്നത് പെടങ്ങൾ ടെർമിനേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലവറിലായിരിക്കും. ഈ ടെർമിനൽ ഫ്ലവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൻ്റെ ആ പെടങ്ങളുടെ ഫർദർ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് അറൈസ് ചെയ്യുന്നത് ബ്രാക്ടിയോളിസിൻ്റെ ആക്സിൽസ് എന്നാണ്. സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് അറൈസ് ചെയ്യുന്നത്. അതായത് ആദ്യം ഒരു ഫ്ലവർ ഉണ്ടാവും, പിന്നെയുള്ള ഫ്ലവേഴ്സ് ബ്രാക്ടിയോൾസിൻ്റെ ആക്സിൽസ് എന്നാണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് ഫോംഡ് ഫ്ലവറിൻ്റെ ആദ്യമുണ്ടായ ഫ്ലവറിൻ്റെ ബ്രാക്ടിയോൾസിൻ്റെ ആക്സിൽസ് എന്നാണ് ബാക്കിയുള്ള ഫ്ലവേഴ്സ് അറൈസ് ചെയ്യുന്നത്. ഈ റെസിമോസ് ഇൻഫ്ലോറസൻസിൽ ബ്രാക്ടിയോൾസിൽ എന്തുണ്ടായിരിക്കില്ല, ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കില്ല. അതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സൈമോസിൽ ബ്രാക്ടിയോൾസിൽ എന്തുണ്ടായിരിക്കും, ബ്രാക്ടിയോൾസിൻ്റെ ആക്സിയൽസിൽ ഫ്ലവേഴ്സ് കാണും. എന്നാൽ റെസിമോസിൽ ബ്രാക്ടിയോൾസിൽ ഫ്ലവേഴ്സ് കാണുന്നില്ല. ഓക്കെ, ഇനി അതിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബ്രാക്ടിയോൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോംഡ് ഫ്ലവറിൻ്റെ ബ്രാക്ടിയോൾസ് എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റ് ഓഫ് ഫ്ലവറിൻ്റെ ബ്രാക്റ്റായിട്ട് മാറുന്നുണ്ട്. ഫസ്റ്റ് ആദ്യം ഉണ്ടായിട്ടുള്ള ഫ്ലവറിൻ്റെ ബ്രാക്ടിയോൾസ് പുതിയതായിട്ടുണ്ടാവാൻ പോകുന്ന ഫ്ലവറിൻ്റെ ബ്രാക്റ്റുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു സൈമോസ് ഇൻഫ്ലോറസൻസിൽ. ഇതിൻ്റെ പെടങ്ങൾ എന്ന് പറയുന്നത് പെടങ്ങളിന് ലാറ്ററലായിട്ട് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അവിടെ ഫ്ലവേഴ്സിലായിരിക്കും ഓരോ ബ്രാഞ്ചസും എൻഡ് ചെയ്യുന്നുണ്ടാവുക. പല കേസിലും ബേസിപ്പെറ്റലായിട്ടാണ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. അതായത് ബേസൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് യങ്ങറും ടെർമിനലിൽ ഓൾഡർ ഫ്ലവേഴ്സും ആണ് മോസ്റ്റ് കേസിലും ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. സൈമോസ് എന്ന് പറയുന്നത് 5 ടൈപ്പ് ഉണ്ട്. സോളിറ്ററി സൈമ്, സിമ്പിൾ സൈമ്, ഡൈക്കേഷ്യൽ സൈമ് അല്ലെങ്കിൽ ബൈപാരസൈമ്, മോണോക്കേഷ്യൽ ആൻഡ് പോളിക്കേഷ്യൽ സൈമ്. അങ്ങനെ 5 തരത്തിലാണ് സൈമോസ് ഇൻഫ്ലോറസൻസ് വരുന്നത്. അതിൽ ഓരോ ടൈപ്പ് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തേതാണ് സോളിറ്ററി സൈമ്. സോളിറ്ററി സൈമ് എന്ന് പറയുന്നത് സൈമോസിൽ തന്നെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടൈപ്പാണ് സോളിറ്ററി സൈമ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ഇൻഫ്ലോറസൻസിൽ ഒരൊറ്റ ഫ്ലവർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു സിംഗിൾ ഫ്ലവറാണ് ഉണ്ടാവുക. ഈ ഫ്ലവർ എന്ന് പറയുന്നത് ടെർമിനൽ അല്ലെങ്കിൽ പ്രൈമറി ആക്സിസിൻ്റെ ടെർമിനലായിട്ടോ അല്ലെങ്കിൽ ആക്സിലറി പൊസിഷനിലായിരിക്കും ഈ ഒരു ഇത് കാണുന്നത്. ഇതിൽ ടെർമിനൽ സോളിറ്ററി സൈമിന് എക്സാമ്പിൾ ഗോസിപ്പി ആണ്. ആക്സിലറി സോളിറ്ററി സൈമിന് ഹിബിസ്കസ് ഡെറ്റൂറൊക്കെയാണ് എക്സാമ്പിൾ. അതായത് ചിലതിൽ പ്രൈമറി ആക്സിസിൽ ടെർമിനലായിട്ട് കാണുന്നുണ്ട്, അതിനെ നമ്മൾ ടെർമിനൽ സോളിറ്ററി സൈം എന്നും ആക്സിലറി പൊസിഷനിൽ കാണുന്ന സൈമിനെ നമ്മൾ ആക്സിലറി സോളിറ്ററി സൈം എന്നുമാണ് പറയാറ്. അതായത് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ടെർമിനൽ സോളിറ്ററി സൈമ്. അതായത് ഈ ഒരു പെടങ്ങൾ എന്ന് പറയുന്നത് ഒരു ഫ്ലവർ ആയിട്ട് എൻഡ് ചെയ്തിരിക്കുകയാണ്.
ആക്സിലറി എന്ന് പറയുന്നത് നമ്മുടെ ആക്സിലറി ബഡിൻ്റെ സ്ഥലത്ത് ആക്സിലറി പൊസിഷനുകളിൽ എന്തുണ്ടാവുകയാണ്, ഫ്ലവർ എൻഡ് ചെയ്യാണ്. സോളിറ്ററി സൈമിന് എക്സാമ്പിൾ ആണ് എന്ത്, ഹിബിസ്കസും ഗോസിപ്പിയും ഒക്കെ സോളിറ്ററി സൈമിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തതാണ് എന്ത്, സിമ്പിൾ സൈം എന്ന് പറഞ്ഞാൽ ഇതിൽ 3 പെഡിസിലേറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ക്ലസ്റ്റർ ആണ് എന്ത്, സിമ്പിൾ സൈം അല്ലെങ്കിൽ സൈമ്യൂൾ എന്ന് പറയുന്നത്. ഇതിൽ ടെർമിനൽ എന്ന് പറയുന്നത് ടെർമിനൽ ആയിരിക്കും, ബാക്കി 2 ലാറ്ററൽ അല്ലെങ്കിൽ ആക്സിലറി ആയിരിക്കും. ഈ സിമ്പിൾ സൈമിൽ മെയിൻ ആക്സിസ് എന്താണ്, ഒരു ഫ്ലവറിൽ എൻഡ് ചെയ്യും. ആ ഫ്ലവറിന് എന്താണ് 2 ബ്രാക്ട്യൂൾസ് ഉണ്ടായിരിക്കും. ആ ബ്രാക്ട്യൂൾസിൻ്റെ ആക്സിൽ നിന്ന് മറ്റ് ഫ്ലവർ ഡെവലപ്പ് ചെയ്യും. അതായത് ഒരു ഫ്ലവർ എൻഡ് ചെയ്യുന്നത് ഒരു പെഡങ്കിൾ എൻഡ് ചെയ്യുന്നത് ഫ്ലവറിലായിരിക്കും. ആ ഫ്ലവറിൻ്റെ ബ്രാക്റ്റിൽ നിന്ന് എന്താണ്, ആ ഫ്ലവറിന് 2 ബ്രാക്ട്യൂൾസ് ഉണ്ടായിരിക്കും. ആ ബ്രാക്ട്യൂളിൽ നിന്ന് എന്താണ് പുതിയ ഫ്ലവർ ഫോം ചെയ്യും. ഓരോരോ ഫ്ലവേഴ്സ് ഫോം ചെയ്യും. മിഡിലുള്ള ഫ്ലവർ എന്താണ്, ഓൾഡസ്റ്റ് വൺ ആയിരിക്കും, അതായിരിക്കും ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക. ലാറ്ററൽ വൺസ് എന്താണ്, യങ്ങസ്റ്റ് ആയിരിക്കും. ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെൻട്രിഫ്യൂഗലാണ്. നമ്മൾ റെസിമോസിൻ്റെ കേസിൽ സെൻട്രിപെറ്റലാണ് പറഞ്ഞത്, ഇത് സെൻട്രിഫ്യൂഗലാണ്. അതായത് സെൻറ്ററിൽ എന്താണ് ഓൾഡർ ഫ്ലവറും പെരിഫറിയിൽ യങ്ങർ ഫ്ലവറുമാണ് കാണുന്നത്. ഈ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് റെസിമോസ് ക്ലസ്റ്ററിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഓൾഡർ ഫ്ലവർ എന്ന് പറയുന്നത് സെൻറ്ററിലും യങ്ങർ ഫ്ലവർ പെരിഫറിയിലുമാണ് എന്ത്, സൈമോസിൽ ഉണ്ടാവുക. റെസിമോസിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സിമ്പിൾ സൈമിന് എക്സാമ്പിൾ നമ്മൾ ജാസ്മിനുമാണ്. ഇതിൽ കണ്ടോ, നമ്മുടെ പെഡങ്കിൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫ്ലവറിൽ എൻഡ് ചെയ്തു. ആ ഫ്ലവറിന് 2 ബ്രാക്ട്യൂൾസ് ഉണ്ടാവും. ആ ബ്രാക്ട്യൂൾസിൽ നിന്ന് മറ്റ് ഫ്ലവർ, അതിൻ്റെ ആക്സിൽ നിന്ന് മറ്റ് ഫ്ലവർ ലാറ്ററലായിട്ട് 2 ഫ്ലവേഴ്സ് എമേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സിമ്പിൾ സൈം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡൈക്കേസിയൽ സൈം. അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൽ ഡൈക്കോട്ടമസ് ആയിട്ടുള്ള ബ്രാഞ്ചിങ് ആണ് വെജിറ്റേറ്റീവ് ഷൂട്ടിന് നടക്കുന്നത്. ഈ കേസിൽ എല്ലാ കേസിലും എന്താണ്, മെയിൻ ആക്സിസ് ഫ്ലവറിൽ എൻഡ് ചെയ്യും. ആ ഫ്ലവറിന് ഓപ്പോസിറ്റായിട്ട് ബ്രാക്ട്യൂൾസ് ഉണ്ടായിരിക്കും. ആ ഫ്ലവറിൽ എന്തുണ്ടായിരിക്കും, ബ്രാക്ട്യൂൾസ് ഉണ്ടായിരിക്കും. ആ ബ്രാക്ട്യൂൾസ് നിന്ന് അറേസ് ചെയ്യുന്ന 2 ഓപ്പോസിറ്റായിട്ട് 2 ബ്രാക്ട്യൂൾസ് ഉണ്ടായിരിക്കും. അതെന്താണ്, അതിൽ നിന്ന് ഫ്ലവേഴ്സ് എമേർജ് ചെയ്യും. ആ ഫ്ലവേഴ്സിന് അതുപോലെ തന്നെ 2 ബ്രാക്ട്യൂൾസ് വീണ്ടും ഉണ്ടാകും. അതെന്ന് പറയുന്നത് 3ാമത്തെ സെറ്റ് ഫ്ലവേഴ്സിന് ബ്രാക്റ്റായിട്ട് ആക്ട് ചെയ്യും. ഇത് കാരണം എന്താണ്, ഒരു സിമ്മട്രിക്കൽ ആയിട്ടുള്ള ഒരു റെഗുലർ ക്ലസ്റ്റർ ഫോം ചെയ്യും. റെഗുലർ ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ സിമ്മട്രിക്കൽ മാനറിൽ ഒരു റെഗുലർ ക്ലസ്റ്റർ ഫോം ചെയ്യും. ഈ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ആ ഒരു ഫ്ലവറിനെ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഗ്രൂപ്പിലും സെൻട്രിഫ്യൂഗൽ ആയിട്ടായിരിക്കും എന്ത്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡൈക്കേഷ്യൽ സൈമിന് എക്സാമ്പിൾസ് ക്ലിയറോഡെൻഡ്രോൺ, ഇക്സോറ, ഡയാന്തസ് ഒക്കെയാണ്. ക്ലിയറോഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണകിരീടം. ഓക്കെ, കൃഷ്ണകിരീടത്തിലും അതുപോലെ തെച്ചിയിലൊക്കെ കാണുന്നത് ഈ ഒരു ഡൈക്കേഷ്യൽ സൈമാണ്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടാവും. അതായത് നമ്മുടെ പെഡങ്കിൾ ഒരു ഫ്ലവറിൽ എൻഡ് ചെയ്യും. അവിടെ ഓപ്പോസിറ്റായിട്ട് 2 ബ്രാക്ട്യൂൾസ് കാണും. ആ ഓരോ ബ്രാക്ട്യൂൾസും എന്ത് ചെയ്യും, ആ ഓരോ ബ്രാക്ട്യൂൾസിൽ നിന്ന് വരുന്ന ഫ്ലവറാണ് എന്ത്, ഇതാണ് അതിൻ്റെ അടുത്ത സെറ്റ് ഫ്ലവറിലെ മെയിൻ ആയിട്ടുള്ള ഫ്ലവർ, ഫസ്റ്റത്തെ ഫ്ലവർ. അവിടെ നിന്ന് വീണ്ടും 2 ബ്രാക്ട്യൂൾസ് ഉണ്ടാവും. ആ ബ്രാക്ട്യൂൾസ് അടുത്ത ഫ്ലവറിന് എന്തായിട്ട് മാറും, ബ്രാക്റ്റുകളായിട്ട് മാറും. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഫ്ലവർ ഉണ്ടാവും. ഇതെന്ന് പറയുന്ന ഒരു സെൻട്രിഫ്യൂഗൽ ഡെവലപ്മെൻ്റ് ആണ് ഉണ്ടാവുക. സെൻറ്ററിൽ
ഓൾഡർ ഫ്ലവറും പെരിഫറിയിൽ യങ്ങർ ഫ്ലവറും ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ഓക്കെ, ഇത് ബ്രാക്ട്യൂൾസ് എന്നിങ്ങനെ പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ ഇത് ഒന്നുകൂടെ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു പെഡങ്കിളാന്ന് വിചാരിക്കാം. നമ്മളൊരു ഫ്ലവറിൽ എൻഡ് ചെയ്തു. ഓക്കെ, ഇതിന് രണ്ട് ബ്രാക്ട്യൂൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ട് ബ്രാക്ട്യൂൾസ് ഉണ്ടായിരിക്കും. ഓപ്പോസിറ്റ് ആയിട്ട് ബ്രാക്ട്യൂൾസ് ഉണ്ടായിരിക്കും. ഞാൻ വരയ്ക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ബ്രാക്ട്യൂൾസ് ഉണ്ടായിരിക്കും. ഇത് ബ്രാക്ട്യൂൾസ് ആണ്, ലീവ്സ് എല്ലാം കുറച്ച് എൻലാർജ് ചെയ്ത് വരച്ചു എന്നുള്ളൂ. അപ്പോൾ ആ ബ്രാക്ട്യൂൾസിൽ നിന്ന് എന്തുണ്ടാകും? വേറെ ഫ്ലവേഴ്സ് വരികയാണ് ആ ബ്രാക്ട്യൂൾസിൽ നിന്ന്. ഓക്കെ, അതെന്ന് പറയുന്നത് എന്താണ്? അതും എൻഡ് ചെയ്യുന്നത് ഒരു ഫ്ലവറിലാണ്. ആ ബ്രാക്ട്യൂൾസിൻ്റെ ആക്സിൽ എന്ന് പറയുന്നത് ഒരു ഫ്ലവറിൽ എൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഫ്ലവേഴ്സിനും എന്തുണ്ടായിരിക്കും? ബ്രാക്റ്റുകൾ ഉണ്ടായിരിക്കും. ഈ ഫ്ലവേഴ്സിനും അതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് ബ്രാക്റ്റുകൾ ഉണ്ടായിരിക്കും. ഇത് ലീഫ് അല്ല, ബ്രാക്റ്റ് ആണെന്ന് ഓർക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് അങ്ങനെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഇവിടുന്നും അതുപോലെ എന്ത് വരും? ഈ രണ്ട് ബ്രാക്ട്യൂൾസിന്നും എന്ത് വരും? ഫ്ലവേഴ്സ് വരും. ഓക്കെ, ഇവിടെ അതുപോലെ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട്. ഇതിൽ യങ്ങർ ഫ്ലവർ എന്ന് പറയുന്നത് പെരിഫറിയും ഓൾഡർ ഫ്ലവർ എന്ന് പറയുന്നത് സെൻറ്ററിലും ആണ് ഉണ്ടാവുക. ഓക്കെ, ഇതിപ്പോൾ ഈ ഒരു പിക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഫസ്റ്റ് ഉണ്ടായ ഈ ഒരു ഫ്ലവറിൻ്റെ ബ്രാക്ട്യൂൾ എന്ന് പറയുന്നത് ഈ ഫ്ലവറിൻ്റെ ഈ രണ്ടാമത്തെ ഫ്ലവർ, ഓക്കെ, രണ്ടാമത്തെ ഈ ഫ്ലവറിൻ്റെ ഈ രണ്ടാമത്തെ ഈ ഒരു ഫ്ലവറിൻ്റെ ബ്രാക്റ്റായിട്ട് മാറുകയാണ്. അതുപോലെ ഈ രണ്ടാമത്തെ ഈ ഫ്ലവറിൻ്റെ ബ്രാക്ട്യൂൾ ഈ മൂന്നാമത്തെ ഫ്ലവറിൻ്റെ ബ്രാക്റ്റായിട്ട് മാറുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. മോണോചേസൽ സൈം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്ന ഒരു സൈമോസ് ഇൻഫ്ലോറസൻസ് ആണ്. ഇതിൻ്റെ പെഡങ്കിൾ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫ്ലവറിലാണ് എൻഡ് ചെയ്യുന്നത്. ഇത് പക്ഷേ ഡൈചേസൽ സൈമെന്ന് ഡിഫറെൻ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ പെഡങ്കിൾ എന്ന് പറയുന്നത് സിംഗിൾ സെക്കൻഡറി പെഡങ്കിൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് രണ്ടെണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം സിംഗിൾ ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, രണ്ട് പെഡങ്കിൾ ഈ ബ്രാക്ട്യൂളിന്ന് ഈ സൈഡിലോട്ടും പെഡങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മോണോചേസൽ സൈമിൽ എന്താണ്, ഒരു സിംഗിൾ സെക്കൻഡറി പെഡങ്കിൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. രണ്ട് പെഡങ്കിൾ ഉണ്ടാവുന്നതിന് പകരം സിംഗിൾ സെക്കൻഡറി പെഡങ്കിൾ ഉണ്ടാവുന്നുള്ളൂ. ആ സെക്കൻഡറി പെഡങ്കിൾ എന്ന് പറയുന്നത് നിന്ന് ടെറിഷറി പെഡങ്കിൾ ഉണ്ടാവും. രണ്ട് ബ്രാക്ട്യൂൾസ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഒന്നിന്ന് മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, ഫ്ലവർ ഉണ്ടാവുന്നുള്ളൂ. ഒന്ന് സപ്രസ്ഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ സപ്രഷൻ എന്ന് പറയുന്നത് ഒരു സൈഡിൽ ലാറ്ററൽ ബ്രാഞ്ചസിൽ, അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് ഒരു സൈഡിലേക്ക് മാത്രമേ ഈ ഫ്ലവേഴ്സ് അപ്പിയർ ചെയ്യുന്നുള്ളൂ. അങ്ങനത്തേനെയാണ് നമ്മൾ മോണോചേസൽ സ്കോർപ്പിയോയിഡ് സൈം എന്ന് പറയുന്നത്.
മോണോചേസൽ ഹെലിക്കോയിഡ് സൈം എന്ന് പറയുന്നത്. ഇപ്പം ഈ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് അൾട്ടർനേറ്റ് ആയിട്ടാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മോണോചേസൽ സ്കോർപ്പിയോയിഡ് സൈം എന്ന് പറയും. ഹെലിക്കോയിഡ് സൈം എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്ലവേഴ്സും ഒരേ സൈഡിലായിരിക്കും. സ്കോർപ്പിയോയിഡിൽ എന്താണ് ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യത കുറവാണ്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സൈമോസ് എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സിംഗിൾ ഫ്ലവറിൽ എന്ത് ചെയ്യും? എൻഡ് ചെയ്യും അതിൻ്റെ പെഡങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എന്തുണ്ടായിരിക്കും? ബ്രാക്റ്റ് ഉണ്ടായിരിക്കും അല്ലേ? ബ്രാക്റ്റ് ഉണ്ടായിരിക്കും, രണ്ട് സൈഡിലേക്ക് ബ്രാക്റ്റ് ഉണ്ടായിരിക്കും. എന്നാൽ മോണോചേസൽ സൈമിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരെണ്ണത്തിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഒരു സൈഡിലേക്ക് മാത്രമേ പെഡങ്കിൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സൈഡിലേക്കാണ് പെഡങ്കിൾ ഉണ്ടായതെന്ന് വിചാരിക്കാം. ഓക്കെ, അത് എന്തിന് അവസാനിക്കും? ഒരു ഫ്ലവറിൽ അവസാനിക്കും. ഓക്കെ, പിന്നെ എന്തുണ്ടാവുന്നുണ്ട്? ഇതിനും രണ്ട് ബ്രാക്റ്റിയോൾ ഉണ്ടായിരിക്കും. എന്നാൽ അതെന്ത് ചെയ്യും? വീണ്ടും അതേ സൈഡിൽ തന്നെ എന്തുണ്ടാക്കുന്നുണ്ടാവും? പെഡങ്കിൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഓക്കെ, ഇതിന് വീണ്ടും ബ്രാക്റ്റിയോൾസ് ഉണ്ടായിരിക്കും, രണ്ട് സൈഡിലേക്കും ബ്രാക്റ്റിയോൾസ് ഉണ്ടായിരിക്കും. ഇതിൽ ഒരെണ്ണം എന്താണ്? സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാത്രമാണ് പെഡങ്കിൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരേ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ എന്താണ്? അതിനെ പറയുന്നതാണ് ഹെലിക്കോയിഡ് സൈം. സോറി, കളർ മാറിപ്പോയി. ഹെലിക്കോയിഡ് സൈം എന്നാണ്. ഒരേ സൈഡിലേക്കാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഹെലിക്കോയിഡ് സൈം എന്നാണ് പറയുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഇനി സ്കോർപ്പിയോയിഡ് സൈം ആണെന്നുണ്ടെങ്കിൽ ഇതേ കേസ് തന്നെ നോക്കുക. നമ്മുടെ മെയിൻ ആക്സിസ് അല്ലെങ്കിൽ മെയിൻ പെഡങ്കിൾ ഒരു ഫ്ലവറിൽ അവസാനിച്ചു. നമുക്ക് ബ്രാക്ട്സ് ഉണ്ട്, അതിൽ സെക്കൻഡറി പെഡങ്കിൾ ഉണ്ടാവുന്നു. ഓക്കെ, സെക്കൻഡറി പെഡങ്കിൾ ഉണ്ടായി. ഈ സൈഡിലാണ് സെക്കൻഡറി പെഡങ്കിൾ. ഓക്കെ, ഇങ്ങനെ ഉണ്ടായി. അതിനുശേഷം അടുത്ത ബ്രാക്റ്റ്, ആ ബ്രാക്റ്റിൽ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഉണ്ടാവുന്നതെന്ന് വിചാരിക്കാം. മറ്റേത് ഒരേ സൈഡിലാണ് എന്തുണ്ടായിരിക്കുന്നത്? ഫ്ലവേഴ്സ് ഫോം ചെയ്തിരിക്കുന്നത്. ഏതിൽ? ഹെലിക്കോയിഡ് സൈമിൽ. മോണോക്കേസിയൽ ഹെലിക്കോയിഡ് സൈം ആണെന്നുണ്ടെങ്കിൽ സെയിം സൈഡിലാണ് എന്ത്? ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. എന്നാൽ സ്കോർപ്പിയോഡിൽ അൾട്ടർനേറ്റ് ആയിട്ടുള്ള സൈഡ്സിലാണ് എന്തുണ്ടാവുന്നത്? ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ഓൾട്ടർനേറ്റ് സൈഡ് ആകുമ്പോൾ ഈ ഒരു സൈഡിലായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക അല്ലേ? ഇത് വരയ്ക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് കുറേയൊക്കെ, എനിക്ക് വരയ്ക്കാൻ പാടായിരിക്കും, കാരണം ഞാൻ ഈ ഒരു സ്ക്രീനിൽ വരയ്ക്കണോണ്ട്. നമുക്ക് പെൻസിൽ കൊണ്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വരയ്ക്കാം. ഓ മൈ ഗോഡ്, ഇതാ വരച്ചിരി കൂടിപ്പോയി. അതാണ് ഇതിൽ വരയ്ക്കാൻ ഇച്ചിരി പാടാണ്. എല്ലാം പോയി. അവിടെ ഫ്ലവർ ഉണ്ട്, ഫ്ലവർ ഇല്ല, അങ്ങനത്തൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇതാ ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ഫ്ലവർ വരുമ്പോൾ എങ്ങനെയായിരിക്കും? അടുത്ത ഫ്ലവർ വരുമ്പോൾ എവിടെയായിരിക്കടാ?
ഇവിടെ ആയിരിക്കും അല്ലേ? ഓക്കെ, നിങ്ങൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവം മനസ്സിലാക്കിയാൽ മതി. ഓൾട്ടർനേറ്റ് ആയിട്ട് വരുമ്പോൾ അപ്പോൾ പിന്നെ നമുക്ക് വരയ്ക്കാനും എളുപ്പമായിരിക്കും. പിന്നെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഞാൻ ബ്രാക്റ്റ് മനസ്സിലാവാൻ വേണ്ടി വരച്ചെന്നുള്ളൂ. അതിൽ ഒരു ബ്രാക്റ്റിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഫ്ലവർ ഫോം ചെയ്യുള്ളൂ. മറ്റേ ബ്രാക്റ്റ്യൂൾ എന്താകും, സപ്രസ്ഡ് ആയിട്ട് മാറും. ഓക്കെ, ഇനിയും വരയ്ക്കണം. ബ്രാക്റ്റ്യൂൾസ് വീണ്ടും ഉണ്ടാവുന്നു രണ്ട് സൈഡിലേക്ക്. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാവുമ്പോൾ ഇവിടെ ഈ ഭാഗത്തായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഇൻഫ്ലോറസൻസ് ഉണ്ടാവുക. അപ്പോൾ സ്കോർപിയോയിഡ് ആണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഹെലിക്കോയിഡ് ആണെങ്കിൽ എന്താണ്, സെയിം സൈഡിലായിരിക്കും എന്തുണ്ടാവുക, ഫ്ലവർ ഉണ്ടാവുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് ബ്രാക്റ്റ് വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്താണ്, വരച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മായ്ച്ച് കളഞ്ഞാൽ മതിട്ടാ. ബ്രാക്റ്റ് സപ്രസ് ആയി എന്ന് അറിയിക്കണ്ടേ. അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ആ ബ്രാക്റ്റ് ഒന്ന് മായ്ച്ച് കളയുക. ആവശ്യമില്ലാത്ത ബ്രാക്റ്റ് ഇല്ലേ, ഇതിൽ മായ്ക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും, അല്ലാതെ നിങ്ങൾക്ക് മായ്ക്കാൻ എളുപ്പമായിരിക്കില്ലേ. പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ വലിയ സീൻ ഉണ്ടാവില്ല, നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അത്രയാണ് നമുക്ക് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക. ഹെലിക്കോയിഡ് സൈമിൽ വരുന്നതാണ് എന്ത്, ഹമേലിയ പാറ്റേൺസ് എന്ന് പറയുന്ന റൂബിയേസിയ ഫാമിലിയിൽ വരുന്ന മെമ്പറിന് ഹെലിക്കോയിഡ് സൈമാണ് കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ ഹീലിയോട്രോപ്പിയത്തിൽ മോണോചേസിയൽ സ്കോർപിയോയിഡ് സൈമാണ് കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി പോളിചേസിയൽ സൈമാണ് പറയുന്നത്. അത് മൾട്ടി പാരസൈമാണ്. അതായത് സെക്കൻഡറി സൈമില് സെക്കൻഡറി അല്ലെങ്കിൽ ടെറിഷറി സൈമ് രണ്ടിലധികം ഉണ്ടാവുന്നതാണ് എന്ത്, മൾട്ടിചേസിയൽ അല്ലെങ്കിൽ മൾട്ടി പാരസൈം എന്ന് പറയുന്നത്. മോർ ദാൻ 2 സെക്കൻഡറി ആൻഡ് ടെറിഷറി പെഡങ്കിൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. അങ്ങനത്തെ കേസിലാണ് നമ്മൾ പോളിചേസിയൽ സൈം എന്ന് പറയുന്നത്. അതിൽ എങ്ങനെയാണ് വരിക, ഒരു നമ്മുടെ ബ്രാക്റ്റിന്ന് രണ്ടിൽ കൂടുതൽ സെക്കൻഡറി അല്ലെങ്കിൽ ടെറിഷറി പെഡങ്കിൾസ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, പോളിക്കേസിയൽ സൈം എന്ന് പറയുക. അതിനിപ്പോൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിംഗിൾ ഇതിപ്പോൾ വരയ്ക്കാൻ ഓക്കെ, ഇവിടെ ഇങ്ങനത്തെ ഒരു മെക്കാനിസം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ നമ്മളെ ബ്രാക്റ്റിൻ്റെ കളർ മാറ്റിയിട്ടില്ല. ഇങ്ങനൊരു ടെക്നിക്ക് ഉള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, സൈഡിൽ നിന്ന് മാറ്റാൻ. ഇത്രയും വെറുതെ കഷ്ടപ്പെട്ടു കുറേ. ഓക്കെ, ഇത് പെഡങ്കിളാന്ന് വിചാരിക്കുക. ഇതിൻ്റെ ബ്രാക്റ്റ് ഓക്കെ, ബ്രാക്റ്റായി. ഇനി എന്താണ്, ഇവിടുന്ന് 1 2 3 4 ഓക്കെ, ഇങ്ങനെ ഫ്ലവർ വരാമെന്ന് വിചാരിക്കാം. അല്ല, ഇങ്ങനെ പെഡങ്കിൾ വരാമെന്ന്, സെക്കൻഡറി അല്ലെങ്കിൽ ടെറിഷറി പെഡങ്കിൾ വരാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോന്നിലും എന്തുണ്ടായിരിക്കും, ഫ്ലവേഴ്സ് ഉണ്ടാവില്ലേ. അതിന് ഇങ്ങനെ വരും. അത് ബ്രാക്റ്റാണ്. ബ്രാക്റ്റും പെഡങ്കിളും എല്ലാം ഒരുപോലെ ഉണ്ടല്ലേ. അവിടെ നിന്ന് വീണ്ടും 2 4 എണ്ണം വരാം. അങ്ങനെ വരുന്ന കേസാണ് എന്ത്, നമ്മുടെ പോളിക്കേസിയൽ സൈമ്. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ കോമഡിയാണ്. അപ്പം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊണൗൺസിയേഷൻ നോക്കുക. ഓക്കെ, ഇങ്ങനെ മൊത്തത്തിൽ സൈം വരും.
അപ്പോൾ നമ്മൾ സോളിറ്ററി സൈമ് പല സൈമുകൾ നോക്കിയല്ലേ. അപ്പോൾ നമുക്ക് സോളിറ്ററി സൈം ഒന്ന് വരച്ചു നോക്കിയാലോ. സോളിറ്ററി സൈം എന്ന് പറഞ്ഞാൽ ടെർമിനലും ഉണ്ട്, പിന്നെ എന്തുണ്ട്, ടെർമിനൽ ഉണ്ട്, പിന്നെ ആക്സിലറി ഉണ്ട്. ടെർമിനൽ ആണെങ്കിൽ എങ്ങനെയാണ് വരിക? നമ്മുടെ ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇലയാണ്, ഇത് ബ്രാക്റ്റ് അല്ല, ഇലയാണ്. ടെർമിനൽ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഫ്ലവർ ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേ? അത് നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതുക, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിഗർ വെച്ചിട്ട്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ്, ഒന്നാമത്തത് ഇതിൽ ബേസിപെറ്റൽ അറേഞ്ച്മെൻ്റ് ആണ്. പെഡങ്കിൾ എന്ന് പറയുന്നതിന് ലിമിറ്റഡ് ഗ്രോത്ത് ആണ്. പെഡങ്കിൾ എൻഡ് ചെയ്യുന്നത് ഫ്ലവറിലാണ്. അങ്ങനത്തെ 1-2 കാര്യങ്ങൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ആക്സിലറി ആണെന്നുണ്ടെങ്കിൽ, സോളിറ്ററി സൈമിൽ ആക്സിലറി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഓക്കെ, നമ്മുടെ ആക്സിൽ പൊസിഷനിലായിരിക്കും എന്തുണ്ടാവുക? ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ടാവുക. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഓക്കെ, ഒരു സംഭവം കൂടി വരയ്ക്കാനുണ്ട്. ജസ്റ്റ് ഒരു കോൾ ഇങ്ങനെ വരച്ചാലല്ലേ ഫ്ലവറിനെ അതിൽ ഘടിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് പെടങ്കിളാണ്. പെടങ്കിൾ കുറച്ച് വിചരിപ്പിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് വരാം? ആക്സിലറി സൈം ആണെന്നുണ്ടെങ്കിൽ. സോളിറ്ററി ആക്സിലറി സൈം, സോളിറ്ററി ടെർമിനൽ സൈം, അത് രണ്ടെണ്ണം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സിമ്പിൾ സൈം. സിമ്പിൾ സൈം ആണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രത്യേകത? അത് എൻഡ് ചെയ്യുന്നത് ഒരു ഫ്ലവറിലായിരിക്കും. അതിൻ്റെ ബ്രാക്റ്റ് ഉണ്ടായിരിക്കും ഇല്ലേ? ഓരോ ബ്രാക്റ്റിയോൾ ഉണ്ടായിരിക്കും. ബ്രാക്റ്റ് അല്ല, ബ്രാക്റ്റിയോൾ ഉണ്ടായിരിക്കും. ബ്രാക്റ്റിയോളിൽ നിന്ന് എന്ത് ഫോം ചെയ്യും? ഇത് ബ്രാക്റ്റിയോളാണ്. ബ്രാക്റ്റിയോളിൽ നിന്ന് ഓരോ സെക്കൻഡറി പെടങ്കിൾ വന്നിട്ട് ഓരോ ഫ്ലവേഴ്സ് ഫോം ചെയ്യും. ഇതാണ് എന്ത്? സിമ്പിൾ സൈമ. ഇതിൽ ആദ്യം ഫ്ലവർ ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഒരു സെൻറ്ററിലുള്ളതായിരിക്കും ആദ്യം ഫ്ലവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് നോക്കാം. എന്താണ്? ഡൈചേസിയൽ സൈം. ഡൈചേസിയൽ സൈം എങ്ങനെയായിരുന്നു? എൻഡ് ചെയ്യുന്നത് ഒരു ഫ്ലവറിലായിരിക്കും അല്ലേ? എൻഡ് ചെയ്യുന്നത് ഒരു ഫ്ലവറിലായിരിക്കും. പിന്നെ എന്തുണ്ടാവും? ആ ഫ്ലവറിൽ പെടങ്കിളുകൾ ഉണ്ടായിരിക്കും. ആ പെടങ്കിളിൽ എന്തുണ്ടായിരിക്കും? ഓരോ ഫ്ലവേഴ്സ് ഉണ്ടാകും. ഇതിനും ബ്രാക്ട്സ് ഉണ്ടായിരിക്കും ഇല്ലേ? ആ ബ്രാക്റ്റിയോൾസ് നിന്ന് വീണ്ടും എന്തുണ്ടാവും? ഫ്ലവേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഫ്ലവേഴ്സ് ഉണ്ടാവും. ബ്രാക്റ്റും എല്ലാം ഒരുപോലെ ഉണ്ടല്ലേ. അവിടെ നിന്ന് വീണ്ടും ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇതിൽ സെൻട്രിഫ്യൂഗൽ ഡെവലപ്മെൻ്റ് ആണ്. സെൻട്രലിലുള്ളതാണ് എന്ത് ചെയ്യാം? ആദ്യം വിരിയുന്നുണ്ടാവുക. ഓൾഡർ ഫ്ലവർ ആയിരിക്കും സെൻട്രലിൽ ഉണ്ടാവുക. ഓക്കെ, ആദ്യം വിരിയുന്നത് സെൻട്രലിലുള്ള ഫ്ലവർ ആയിരിക്കും, പിന്നെ ആയിരിക്കും ലാറ്ററലിലുള്ള ഫ്ലവേഴ്സ്. ഇതാണ് ഡൈക്കേസിയൽ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഏത്? പോളിക്കേസിയൽ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ വരച്ച് കാണിച്ചു തന്നല്ലോ നേരത്തെ. ഇത് ഈ 3 വരച്ചിട്ടില്ലായിരുന്നു, അപ്പം ജസ്റ്റ് വരച്ചു തന്നേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് എന്താ നമ്മുടെ സൈമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തൊക്കെയോ പിശകുകളുണ്ടെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.